Hello, once again, welcome back to Edu Mantra. So, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ അടുത്ത ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി 2-3 ടോപ്പിക്സ് വീഡിയോ ചെയ്തു. ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് റേഡിയോ നമ്മൾ പറഞ്ഞു. ആൻഡ് നമ്മൾ ഇലക്ട്രോണിക് മീഡിയ എന്താണെന്നും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രോഡ്കാസ്റ്റ് മീഡിയ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് ടെലിവിഷനെ കുറിച്ചും ആകാശവാണി, പ്രസാർ ഭാരതി, ന്യൂ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടെലിവിഷനെ പറ്റി നോക്കാം. ഓക്കെ, ഫിലോ ഫാൻസ്വർത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ടെലിവിഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കാനുണ്ട്. ഫിലോ ടൈലർ ഫാൻസ്വർത്ത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു അമേരിക്കൻ ഇൻവെൻറ്ററാണ്. ഹു ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഓൾ ഇലക്ട്രോണിക് ടെലിവിഷൻ സിസ്റ്റം. ഓക്കെ, അദ്ദേഹമാണ് ലോകത്തിലെ ഫുള്ളി ഇലക്ട്രോണിക് ആയിട്ടുള്ള ടെലിവിഷൻ സിസ്റ്റം ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം ജനിച്ച വർഷവും അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ ജോൺ ബയർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്ത നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ ടെലിവിഷൻ്റെ ഒരു ഹിസ്റ്ററിയിൽ പറയുമ്പോൾ. ഓക്കെ, ജോൺ ലോഗി ബാരഡ് വാസ് എ സ്കോട്ടിഷ് ഇൻവെൻറ്റർ, ഇലക്ട്രിക് എഞ്ചിനീയർ ആൻഡ് ഇൻവെൻറ്റർ ഹു demonstrated the world's first live working television system. Okay, on 26th January 1926 ആദ്യമായിട്ട് ലോകത്ത് ഒരു വർക്കിംഗ് ടെലിവിഷൻ സിസ്റ്റം, എന്താ പറയുക, ഒരു ലൈവ് വർക്കിംഗ് ടെലിവിഷൻ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ഇൻവെൻറ്ററാണ് ഈ പറയുന്ന ജോൺ ബേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു സ്കോട്ടിഷ് ഇൻവെൻറ്ററാണ്, ബ്രിട്ടീഷുകാരനാണ്. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇയർ വൈസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ 1990-കളിൽ കോൺസ്റ്റാൻറ്റിൻ പെർസ്കി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് കോയിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം എന്താ പറയുക, ഇൻ്റർനാഷണൽ ഇലക്ട്രിസിറ്റി കോൺഗ്രസ്സിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തൊരു പേപ്പറിലാണ് അദ്ദേഹം ഈ ഒരു ടേമിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ടെലിവിഷൻ. ഓക്കെ, and in 1907 Campbell Swinton from England and Boris Rosing from Russia used in adding to a mechanical scanner system to create a new television system. അതായത് പിന്നീട് അതിനുശേഷം ക്യാമ്പൽ സ്വിങ്ടൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഇൻവെൻറ്ററും അതുപോലെ ബോറിസ് റോസിംഗ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ഇൻവെൻറ്ററും കൂടെ കൂടിയിട്ട് ഒരു മെക്കാനിക്കൽ സ്കാനർ സിസ്റ്റം കണ്ടെത്തുകയാണ്. ടു ക്രിയേറ്റ് എ ന്യൂ ടെലിവിഷൻ സിസ്റ്റം, ഒരു പുതിയ ടെലിവിഷൻ സിസ്റ്റം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടൊരു മെക്കാനിക്കൽ സ്കാനർ സിസ്റ്റം ഇവർ എന്താ പറയുക ആഡ് ചെയ്യുകയാണ്. ഓക്കെ, later in 1926 the British inventor John Logie Baird succeeds in mechanical disk system, ഒരു മെക്കാനിക്കൽ ഡിസ്ക് സിസ്റ്റം. ഇതൊക്കെ നമ്മളുടെ ടെലിവിഷൻ്റെ ആദ്യകാലങ്ങളിലെ ടെക്നോളജീസാണ് ഈ പറയുന്ന ഡിസ്ക് സിസ്റ്റം, മെക്കാനിക്കൽ ഡിസ്ക് സിസ്റ്റവും അതുപോലെ എന്താ പറയുക മെക്കാനിക്കൽ സ്കാനറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടി വിയിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കാണുന്ന ഒരു ടെലിവിഷൻ എന്ന് പറയുന്ന സംഭവം അത് കംപ്ലീറ്റ്ലി നമ്മൾ ഇലക്ട്രോണിക്കലി ചെയ്യുന്ന, ഇപ്പം സ്മാർട്ട് ടി വിസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമായിരുന്നു. ബട്ട് പണ്ട് കാലത്ത് ഒരു മെക്കാനിക്കൽ സിസ്റ്റമായിരുന്നു ഈ പറയുന്ന ടെലിവിഷൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്താ പറയുക എവല്യൂഷൻ ആയിട്ട് വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഈ പറയുന്ന ഒരു ഡിസ്ക് സിസ്റ്റം, മെക്കാനിക്കൽ ഡിസ്ക് സിസ്റ്റം കണ്ടെത്തുകയും അതേ വർഷം തന്നെ അദ്ദേഹം ഒരു ടെലിവിഷൻ സ്റ്റുഡിയോ ലോകത്താദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അമേരിക്കയിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇൻ 1927 ഫിലോ ടൈലർ ഫാൻസ്വർത്ത് എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രജ്ഞൻ, ഇൻവെൻറ്റർ, കണ്ടുപിടുത്തക്കാരൻ, അദ്ദേഹം ഒരു വർക്കിംഗ് മോഡൽ ഓഫ് ഇലക്ട്രോണിക് ടെലിവിഷൻ അദ്ദേഹം എന്താ പറയുക ഇൻവെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു. വാസ് ബേസ്ഡ് ഓൺ സ്വിങ്ടൺസ് ഐഡിയ. ഈ സ്വിങ്ടൺസിൻ്റെ, അതായത് നമ്മളുടെ ക്യാമ്പൽ
സ്വിങ്ടൻ്റെ ഐഡിയാസ് ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന ഒരു വർക്കിംഗ് ഇലക്ട്രോണിക് ടെലിവിഷൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റഡ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ടെലിവിഷൻ സിസ്റ്റം. അദ്ദേഹം ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, അദ്ദേഹം ലോകത്തെ ആദ്യത്തെ ഫസ്റ്റ് എവർ കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് ടെലിവിഷൻ സിസ്റ്റം അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തു. ഓക്കെ, ഇൻ 1934 ഇലക്ട്രോണിക് ക്യാമറ ആൻഡ് ഡിസ്പ്ലേ ട്യൂബ്സ് were perfected and all television system has been converted into electronic system. ഓക്കെ, 1934 മുതൽ കൃത്യമായിട്ടൊരു വർഷം നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു കാലഘട്ടം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് ക്യാമറയിൽ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളെ കാണിക്കുന്ന രീതിയിൽ ഒരു ഡിസ്പ്ലേ പോലെ ഒരു ഡിസ്പ്ലേ ട്യൂബ്സൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പിക്ചർ ട്യൂബ് എന്ന് പറയുന്ന സംഭവമൊക്കെ അല്ലേ, ആ ഒരു ഇതിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്താ പറയുക ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നീട് എല്ലാ ടെലിവിഷൻസും, അതായത് ഈ പറയുന്ന മെക്കാനിക്കൽ ടെലിവിഷൻസൊക്കെ ഇലക്ട്രോണിക് ടെലിവിഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ഇൻ 1951 ദ നാഷണൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ഇൻ USA. USA ആദ്യമായിട്ട് നാഷണൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ് പിന്നെ ഉണ്ടായത്. ഓക്കെ, ഇതിൽ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് റേഡിയോ വാസ് വെരി മച്ച് പോപ്പുലർ. ഓക്കെ, ഈ റേഡിയോ സംവിധാനം അന്നത്തെ കാലത്ത് വളരെയധികം പോപ്പുലർ ആയിരുന്നു. ഇന്ന് നമുക്ക് നോക്കുമ്പം റേഡിയോ എന്ന് പറയുന്ന സംഭവം റേഡിയോ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റേഡിയോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും അധികവും. ഓക്കെ, പണ്ട് കാലത്ത് റേഡിയോ വളരെ പോപ്പുലർ ആയിരുന്നു. പക്ഷേ ഈ ടെലിവിഷൻ വന്ന സമയത്ത് ടെലിവിഷൻ അത്ര പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിയിരുന്നില്ല. കാരണം അത് കമ്പാരിറ്റീവ്ലി ആ ഒരു കാലഘട്ടത്തിലും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. റേഡിയോ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 1951 അമേരിക്കയിൽ ഒരു നാഷണൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ആരംഭിക്കുന്നത്. അദ്ദേഹം ആ കാലത്ത് ജോൺ എഫ് കെന്നഡി എന്ന് തോന്നുന്നു പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ടെലിവിഷൻ ഡിബേറ്റ്സിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രസിഡൻസി ഇലക്ഷനിൽ അദ്ദേഹം ഈ ടെലിവിഷനൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അന്ന് എന്താ പറയുക ഈ വോട്ട് ചോദിക്കില്ലേ, അപ്പോൾ ആ ഒരു സിസ്റ്റമൊക്കെ അന്നത്തെ കാലത്ത് തുടങ്ങിയിരുന്നു. ഓക്കെ, അതിനുശേഷം 1960s കളർ ടി വി വന്നു. അതായത് ടെലിവിഷൻ ആ സമയത്ത് ആസ് വി നോ ദറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ ആയിരുന്നു ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് കളർ ടെലിവിഷൻ became available to the public after television and its industry has changed immediately. അതായത് ഈ കളർ ടി വി വന്നതിന് ശേഷം കുറച്ചുകൂടെ ടെലിവിഷൻ പോപ്പുലാരിറ്റി കൂടി, അത് കുറച്ചുകൂടെ എന്താ പറയുക ജനറലായിട്ട് മാറി. ഓക്കെ, ഇൻ 1970s 70 എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടൊരു വർഷമല്ല, ആ ഒരു കാലഘട്ടമാണ്, ആ ഒരു കാലഘട്ടമായിട്ട് ഓർക്കുക. ഓക്കെ, 1970s കേബിൾ ടെലിവിഷനും സാറ്റലൈറ്റ് ടെലിവിഷനും ഒക്കെ എമേർജ് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം പിന്നീട് ഇപ്പം നമ്മൾ 2024 നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് സ്മാർട്ട് ടി വി അല്ലേ, നമുക്ക് നമ്മളുടെ വൈഫൈ കണക്ഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബിഗ് സ്ക്രീനായിട്ട് ടെലിവിഷൻ മാറുകയാണ്. ഓക്കെ, ടെലിവിഷൻ്റെ എവല്യൂഷൻ പറയുമ്പം നമ്മൾ പണ്ട് കാലത്തെ ടെലിവിഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ടെലിവിഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ചില പാലസുകളിലൊക്കെ കാണുന്ന പിയാനോ ഇല്ലേ, അതിനേക്കാൾ വലിയ സാധനമായിരുന്നു. അത് വെക്കാൻ തന്നെ ഒരുപാട് സ്പേസ് ഒക്കെ വേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം അതിൻ്റെ വലുപ്പം കുറഞ്ഞു, അതിൻ്റെ എന്താ പറയുക തടി കൂടി, വലുപ്പം കുറഞ്ഞു, തടി കൂടി, ആ ലെവലിൽ വന്നിട്ട് നമ്മളുടെ 2000 ആ ഒരു കാലഘട്ടത്തിൽ ഷാർപ്പൊക്കെ പോലെയുള്ള ടി വികൾ കുറച്ച് സോണിയും ഷാർപ്പൊക്കെ കുറച്ച് ബാക്കോട്ട് ഈ വലിയ പിക്ചർ ട്യൂബൊക്കെ ഉള്ള ആ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ഇപ്പം അത് കറക്റ്റ് LED TV എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് 1970s ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ടെലിവിഷൻ്റെ നമ്മൾ ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ്റെയും റേഡിയോയുടെയും നമ്മൾ ഒരു ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജേർണലിസം ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒരു essay ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതിന് ഒരു ഐഡിയ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ കിട്ടും. ഓക്കെ, സോ ഞാൻ ആ വീഡിയോയുടെ നമുക്ക് ഐ ബട്ടണിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ലിങ്ക്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത, അത് നമ്മൾ വളരെ ഫെമിലിയർ ആണ്, പക്ഷേ എത്രത്തോളം ആളുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി മച്ച് ഫേമസ് ആൻഡ് സ്പെഷ്യൽ. ഓൾ ഇന്ത്യ റേഡിയോ, AIR. ഓക്കെ, ഈ ഓൾ ഇന്ത്യ റേഡിയോ, ഓൾസോ നോൺ ആസ് ആകാശവാണി, 1956 ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്നുള്ള പേരിലൂടെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, ഈസ് എൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺഡ് പബ്ലിക് റേഡിയോ ബ്രോഡ്കാസ്റ്റർ ഫൗണ്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതായത് ഈ ആകാശവാണി എന്ന് പറയുമ്പം നമ്മൾ ഇൻഫാക്റ്റ് നമ്മളുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു, ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനമായിരുന്നു ഈ ഓൾ ഇന്ത്യ റേഡിയോ. ഓക്കെ, സോ അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഇനി നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഫൗണ്ടഡ് ബൈ, അതൊരു ഗവൺമെൻറ് കമ്പനിയാണ്, ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള കമ്പനിയാണ്. നമ്മൾ ദൂരദർശൻ എന്ന് പറയുന്ന നമ്മളുടെ ഈ ദൂരദർശനും ആകാശവാണിയൊക്കെ ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമാണ്. ഓക്കെ, സോ പ്രസാർ ഭാരതി എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ റേഡിയോ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ആൻഡ് വൺ ഓഫ് ദ പ്രസാർ ഭാരതീസ് 2 ഡിവിഷൻസ്. ഓക്കെ, പ്രസാർ ഭാരതിയുടെ 2 ഡിവിഷനുകളുടെ ഒന്നാണ്. ഓക്കെ, 2 ഡിവിഷൻസിൽ ഒന്നാണ്. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1936, 1936 ഇത് യഥാർത്ഥത്തിൽ കൊളോണിയൽ പീരീഡിൽ, കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് റൂളിൽ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റർ സർവീസ് ഓഫ് ദൂരദർശൻ. ഓക്കെ, ദൂരദർശൻ എത്ര പേര് TV കാണാറുണ്ട് എന്നറിയില്ല. ഒക്കെ നമ്മളുടെ ആളുകളുടെ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, നമ്മളുടെ ടീച്ചേഴ്സിൻ്റെയും നമ്മളുടെ പാരൻസിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ എന്താ പറയുക, നെസ്റ്റാൾജിക് ആയിട്ട് ഫീൽ വരുന്ന കുറേ കാര്യങ്ങളായിരിക്കും ദൂരദർശനും ആകാശവാണിയും ഒക്കെ. ഓക്കെ, ഇപ്പോഴും അതിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റർ സർവീസ് ഓഫ് ദൂരദർശൻ. ദൂരദർശൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്, സേവനമാണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി എന്ന് പറയുന്നത്. ഓക്കെ, ദ നാഷണൽ പബ്ലിക് ടെലിവിഷൻ ഓഫ് ഇന്ത്യ, അതായത് ഈ ദൂരദർശൻ എന്ന് പറയുന്നത് നാഷണൽ പബ്ലിക് ടെലിവിഷനാണ്. ഓക്കെ, ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓൺഡ് പബ്ലിക് ടെലിവിഷൻ സംവിധാനമാണ് ദൂരദർശൻ. ഓക്കെ, ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ആകാശവാണി ഭവൻ, ന്യൂഡൽഹി. ഓക്കെ, ഈ ആകാശവാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് എന്താ പറയുക, വാണി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു അത് മീനിങ്, സംസ്കൃതം വാക്കിൻ്റെ അർത്ഥം പാട്ട് അല്ലെങ്കിൽ അതുമായിട്ട് സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു റിലേഷനിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പറയുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ആകാശവാണി. അപ്പം ആകാശത്തോടെ നമ്മൾ സിംപ്ലി, നമ്മൾ റേഡിയോ ടെക്നോളജി എന്താണ്, ശബ്ദത്തെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റി അത് എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംസ്കൃതം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വേർഷൻ നെയിമാണ് ശരിക്കും ആകാശവാണി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആകാശവാണിയുടെയും എയർ ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഒരു എംബ്ലമാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിന് മാത്രമല്ല PSC പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, സോ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ആകാശവാണി. ഓക്കെ, ആകാശവാണിയുടെ ഒരു ചെറിയ ചരിത്രം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, റേഡിയോയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ ഒരു റേഡിയോ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് റേഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നിട്ട് 1923 ഇന്ത്യയിൽ ബോംബെയിൽ ആദ്യമായിട്ട് ബോംബെ അമേച്ചർ റേഡിയോ ക്ലബിൻ്റെ കീഴിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചു എന്ന് നമ്മളന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് അത് മുതലാണ്. ഓക്കെ, സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത് 1923 അത് ആ സമയത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യമല്ല. അന്ന് വിവിധ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് കീഴിലുള്ള കുറേ പ്രദേശങ്ങളുമാണ് അന്നത്തെ ഇന്ത്യയിലുണ്ടായിരുന്നത്. ഓക്കെ, സോ 1923 അന്നത്തെ ഈ പഴയ ഇന്ത്യയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അധികാര വികേന്ദ്രീയങ്ങളായിട്ടുള്ള ഒരു ബോംബെ പ്രസിഡൻസി ഉണ്ട്, അതുപോലെ മദ്രാസ് പ്രസിഡൻസി ഉണ്ട്, കൽക്കട്ട പ്രസിഡൻസി ഉണ്ട്, ആൻഡ് ഐ തിങ്ക് ലാഹോർ ആണെന്ന് തോന്നുന്നു അടുത്ത ഒരു പ്രസിഡൻസി വരുന്നത്. ഓക്കെ, സോ ഇതിൽ ബോംബെ പ്രസിഡൻസിയിലാണ് ശരിക്കും ഈ പറയുന്ന ബോംബെ പ്രസിഡൻസിക്ക് കീഴിലുള്ള ഒരു അമേച്ചർ റേഡിയോ ക്ലബ്ബാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഇന്ത്യയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, 1923. ഓക്കെ, അഗൈൻ അതിനുശേഷം
1927 പ്രൈവറ്റ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി IBC എന്ന് പറഞ്ഞിട്ട് ഒരു BBC പോലെ ഒരു സംവിധാനം അന്നത്തെ കാലത്ത് ഉടലെടുക്കുകയുണ്ടായി. ഓക്കെ, ഓപ്പറേറ്റഡ് 2 സ്റ്റേഷൻസ്, 2 സ്റ്റേഷനുകളിലായിട്ടായിരുന്നു അന്ന് IBC ഓപ്പറേഷൻ നടന്നിരുന്നത്. അതായത് ഒന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുള്ള ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുള്ള ബോംബെയിലായിരുന്നു ഒരു സ്റ്റേഷൻ വന്നിരുന്നത്. ആൻഡ് അനദർ സ്റ്റേഷൻ വന്നിരുന്നത് കൽക്കട്ടയിലായിരുന്നു മറ്റൊരു സ്റ്റേഷൻ വന്നിരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി. ഹിസ്റ്ററി, റേഡിയോയുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഹിസ്റ്ററി നോക്കണം, അല്ലാതെ നമ്മളുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും നിങ്ങൾ തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹ്യൂമാനിറ്റീസും പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയൊക്കെ പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേഗം കത്തും. ഓക്കെ, 1930 ഈ പറയുന്ന IBC എന്ന് പറയുന്നത് പൊളിയാണ്. ഓക്കെ, ദ ഫാൾ ഓഫ് IBC ഇൻ 1930. ഓക്കെ, 1930 ഈ പറയുന്ന IBC വീണു. അതിനുശേഷം ഇൻ ദ സെയിം ഇയർ April 1 ISBS എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം പിന്നീട് കൊണ്ടുവന്നു. ഓക്കെ, ഓപ്പറേറ്റഡ് ആസ് ആൻ എക്സ്പെരിമെൻ്റൽ ബേസിസ്. ഓക്കെ, അതായത് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അത് പിന്നീട് വിജയമാവുകയും 1932 1932 ഇറ്റ് ബിഗെയിം പെർമനൻറ്റ്. അത് ഈ പറയുന്ന ISBS എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം പെർമനൻ്റ് ആവുകയും 1936 ഇത് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് നടന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് ശേഷം 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഒരു കാര്യത്തിലേക്ക്, അതായത് ആകാശവാണി എന്നുള്ള രീതിയിലേക്ക് 1956 ഇതിൻ്റെ പേര് പിന്നെയും മാറുകയും ചെയ്തു. ഓക്കെ, ദൂരദർശൻ, ആകാശവാണി ഒക്കെ ഉടലെടുക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രസാർ ഭാരതി എന്താണെന്ന് നോക്കാം. പ്രസാർ ഭാരതി ഈസ് ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ ന്യൂഡൽഹി. അതായത് ഈ പ്രസാർ ഭാരതി എന്ന് പറയുന്ന സംഭവം ഓൾ ഇന്ത്യ റേഡിയോ തന്നെയാണ്. ഓക്കെ, അതിനെ ഒരു ഗവേണിംഗ് ബോഡി പോലെയാണ് ഈ പറയുന്ന പ്രസാർ ഭാരതി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യാസ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ. ഓക്കെ, നമ്മൾ ഈ പറയുന്ന BBC ഒക്കെ പോലെയൊരു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു സംവിധാനമാണ്. ഓക്കെ, BBC ബ്രിട്ടൻ്റെതാണ്, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് ഈ പ്രസാർ ഭാരതി. ഓക്കെ, ആൻഡ് അഗെയിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണമസ് ബോഡി സെറ്റപ്പ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് ആൻഡ് കംപ്രൈസസ് ദ Doordarshan Television Broadcasting and Akashvani, which were earlier media unit of the Ministry of Informations and Broadcasting. അതായത് ഈ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കീഴിലുള്ള 2 സംവിധാനമായിരുന്നു അന്ന് ഈ പറയുന്ന, ഒന്ന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന ആകാശവാണിയും മറ്റൊന്ന് ദൂരദർശനും. ഓക്കെ, ഈ രണ്ടിനെയും കൂടെ ഒരു ഒന്ന് ക്ലബ് ചെയ്തിട്ട് ഒരു ഒറ്റ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു പ്രസാർ ഭാരതി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഒബിയസ്ലി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ തന്നെയാണ്, 47 ശേഷമാണ്. ഓക്കെ, അഗെയിൻ നമുക്ക് ദൂരദർശനെ കുറിച്ചുകൂടെ ഒന്ന് നോക്കാനുണ്ട്. ദൂരദർശൻ എന്ന് പറയുമ്പം ദൂരദർശൻ ഈസ് എൻ ഓട്ടോണമസ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ഫൗണ്ട് by the government of India, which is one of the divisions of പ്രസാർ ഭാരതി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, പ്രസാർ ഭാരതിയുടെ 2 ഡിവിഷൻസ് ഉണ്ട്, ഒന്ന് ദൂരദർശനും ഒന്ന് ആകാശവാണിയാണ്. ഓക്കെ, ആകാശവാണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ റേഡിയോ. ഓക്കെ, സോ ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ചിലപ്പം ദൂരദർശനെക്കുറിച്ചും പ്രസാർ ഭാരതിയെക്കുറിച്ചും ഒക്കെ ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും തെറ്റില്ല. ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതൊക്കെ കംപ്രൈസ് ചെയ്തുകൊണ്ട് രസമായിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഓർഗനൈസേഷനാണ് ഇൻ ടേംസ് ഓഫ് സ്റ്റുഡിയോ ആൻഡ് ട്രാൻസ്മിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, ഹാവിങ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദി 1959. ഓക്കെ, 1959 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദൂരദർശനമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നമ്മളുടെ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു ജനറേഷൻ എത്രത്തോളം അതിൽ ഒരു നൊസ്റ്റാൾജിക് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഓൾഡർ ജനറേഷനിൽ പണ്ട് കാലത്ത് ദൂരദർശനിൽ ആഴ്ചയിൽ വരുന്ന സിനിമകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ, മലയാളം സിനിമ വരാൻ എത്ര ദിവസം കാത്തിരിക്കണം, അങ്ങനെ ഹിന്ദി സിനിമ വരാൻ, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ, നമ്മളൊരു നാട്ടിൽ ഒരു 4-5 വീടുകളുടെ ഇടയിൽ ചിലപ്പം ഒരു വീട്ടിലൊക്കെ ആയിരിക്കും ടി വി ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അമ്മയും അമ്മമ്മയൊക്കെ പറയുന്നത് കേൾക്കാം. അതായത് നമുക്കിങ്ങനെ അടുത്തുള്ള വീടുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ടി വി കാണുക, സിനിമ കാണുക, അല്ലെങ്കിൽ പ്രോഗ്രാംസ്, അന്നത്തെ കാലത്ത് സംഗീത സല്ലാപം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പം ദൂരദർശൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കുക ദൂരദർശൻ എന്താണെന്ന് മനസ്സിലാക്കുക. DD പ്രൊവൈഡ്സ് ടെലിവിഷൻ, റേഡിയോ, ഓൺലൈൻ ആൻഡ് മൊബൈൽ സർവീസസ്. ഓക്കെ, ഈ DD എന്ന് പറയുന്നത്, ദൂരദർശൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി TV ചാനൽ. ഓക്കെ, ഇത് TV ചാനൽ മാത്രമല്ല, ഇറ്റ് പ്രൊവൈഡ്സ്, അതായത് നമ്മുടെ റേഡിയോ സർവീസൊക്കെ ഇതിലുണ്ട്. ഓക്കെ, ദൂരദർശൻ്റെ തന്നെ റേഡിയോ ചാനൽസ് ഉണ്ട് ആകാശവാണിക്ക് പുറമെ. ഓക്കെ, ആൻഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ പറയുന്ന പ്രസാർ ഭാരതി അല്ലെങ്കിൽ ദൂരദർശൻ്റെയൊക്കെ ഇനോഗ്രേഷൻ പണ്ട് 59 സെപ്റ്റംബർ 50 ചെയ്തിട്ടുള്ളത്. അന്നത്തെ പ്രസിഡൻ്റായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, സോ അതുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പം സമയം, നമ്മുടെ വീഡിയോ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര മിനിറ്റായി? 21 മിനിറ്റ്. ഓക്കെ, യെസ്, ഒരു ടോപ്പിക് കൂടിയുള്ളൂ, നമുക്ക് അതുകൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ്, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമുക്കധികം ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ന്യൂ മീഡിയ എന്താണെന്നുള്ളത്. ഓക്കെ, ന്യൂ മീഡിയ എന്ന് പറയുന്നത് ഗ്രോയിങ് ഫോം ഓഫ് media is known as new media. Okay, new media was the most common refers to content available on demand through the internet, accessible for any digital devices, usually containing an interactive public community. അതായത് ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി ഇത് റെഫർ ചെയ്യുന്നത് ഈ കണ്ടൻറ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ന്യൂ മീഡിയയുടെ ഭാഗമാണ്. ഓക്കെ, അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ഡിവൈസ്, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മാധ്യമങ്ങളെയാണ്, അല്ലെങ്കിൽ മാധ്യമത്തെയാണ് ഈ പറയുന്ന ന്യൂ മീഡിയ എന്ന് പറയുന്നത്. യൂട്യൂബ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒരു ന്യൂ മീഡിയ പ്ലാറ്റ്ഫോംസാണ്. ഓക്കെ, മെനി ഫോംസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ആർ മെയ്ഡ് പോസിബിൾ ത്രൂ കമ്പ്യൂട്ടർ ടെക്നോളജി. ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത് എന്താ പറയുക, കമ്പ്യൂട്ടർ ടെക്നോളജി കൊണ്ട് സാധ്യമാകുന്ന കമ്മ്യൂണിക്കേഷനെയാണ് പറയുന്നത്. ഓക്കെ, two-way form of communication in which you are not only receives information but can also provide information. ഓക്കെ, അതായത് ന്യൂ മീഡിയയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ടെലിവിഷൻ ചാനലിൽ നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ പ്രോഗ്രാം കാണാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് ചെയ്യുമ്പം നമുക്ക് ബേസിക്കലി നമ്മൾ ആ ഒരു ന്യൂസ് കാണാൻ, അല്ലെങ്കിൽ റേഡിയോ ആയാലും നമുക്ക് കേൾക്കാൻ മാത്രമേ ബേസിക്കലി പറ്റുള്ളൂ. ഓക്കെ, ന്യൂ മീഡിയ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമുക്ക് നമുക്ക് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുകയും ചെയ്യാം, അതേസമയം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു അവസരം ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സിംപ്ലി യൂട്യൂബിൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ക്ലാസ് എടുക്കാം, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതേസമയം തന്നെ ഇതേ സംവിധാനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുകയും ചെയ്യും. ഇപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത് പോലെ, അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ക്ലാസ്സുകളായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും ഓർക്കേണ്ട, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ നിങ്ങൾ ഓർത്താൽ മതി. പുതിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇതൊരു ഗ്രോയിങ് ഫോമും കൂടിയാണ്. ഓക്കെ, ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത് ഇതിനെ എല്ലാത്തിനെയും കൂടെ കംപ്രൈസ് ചെയ്തുകൊണ്ട് പറയുന്നൊരു ടേമാണ്. ഓക്കെ, നാളെ പുതിയ സംവിധാനങ്ങൾ വന്നേക്കാം. ഓക്കെ, അതൊക്കെ ഈ ന്യൂ മീഡിയയുടെ ഭാഗമാണ്. ഓക്കെ, സോ ഇനി അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നോക്കാനുണ്ട്. ഓക്കെ, ഡിഫൈനിങ് ക്യാരക്ടർ ഓഫ് ന്യൂ മീഡിയ ഇസ് ഡയലോഗ്. ഓക്കെ, അതിൽ ബേസിക്കലി എന്താ പറയുക, അഭിപ്രായങ്ങൾ ഒക്കെ തന്നെയാണ് ന്യൂ മീഡിയയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ മീഡിയ ട്രാൻസ്മിറ്റ് കണ്ടൻറ്റ് ത്രൂ കണക്ഷൻ ആൻഡ് കൺവെർസേഷൻ. അതായത് ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ട്രാൻസ്മിറ്റ് കണ്ടൻറ്റ് ത്രൂ കണക്ഷൻ ആൻഡ് കോൺവെർസേഷൻ. അതായത് നമ്മൾ സിംപ്ലി ഫേസ്ബുക്കിലൊക്കെ ഉള്ള സംവിധാനം, നമ്മൾ
ആളുകൾ, വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതിലൂടെ കോൺവെർസേഷൻസ് ആരംഭിക്കുന്നു. അതിലൂടെ ഇൻഫർമേഷൻസ് കൈമാറുന്നു. ഓക്കെ, ഇപ്പം കേരളത്തിലുള്ള നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ളൊരു സംവിധാനത്തിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി നമ്മളൊരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ അത് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ പാകിസ്ഥാനിലോ ഈവൻ നമ്മുടെ മാലദ്വീപിലോ ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു കണക്ഷൻ ആദ്യം ഉണ്ടാവുന്നു ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലിരിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ആദ്യം ഉണ്ടാവുന്നു. അതിനുശേഷം ആ കണക്ഷനിലൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നു. ആൻഡ് ത്രൂ ദറ്റ് കോൺവെർസേഷൻ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു, വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ, ന്യൂ മീഡിയ ഇനാബിൾസ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ടു ഷെയർ, കമൻറ്റ് ആൻഡ് ഡിസ്കസ് എ വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്. അതായത് ന്യൂ മീഡിയ എന്ന് പറയുമ്പം അതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ടോപ്പിക്സിൽ വിവിധ ഭാഗങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, വിവിധ ഭാഗങ്ങൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടിരിക്കുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാനും ഷെയർ ചെയ്യാനും, വാർത്തകൾ ഷെയർ ചെയ്യാനും, അതിനെ അഭിപ്രായം പറയാനും, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരം, അല്ലെങ്കിൽ ഒരു സംവിധാനം, ഒരു സൗകര്യം ഈ പറയുന്ന ന്യൂ മീഡിയ സംവിധാനങ്ങൾ, പുതിയ കാലത്തെ മാധ്യമ സംവിധാനങ്ങൾ, നവമാധ്യമങ്ങൾ ഒരുക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചാർട്ട് കൂടെ നോക്കിയിട്ട് ഈ ഒരു ക്ലാസ് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂ മീഡിയ ആണ്, ഡിജിറ്റലാണ്. ഓക്കെ, നമുക്കറിയാം ഡിജിറ്റലാണ്. നമുക്ക് പഴയ കാലത്ത് ഇപ്പം നമ്മൾ ന്യൂസൊക്കെ എന്ന് പറയുമ്പോൾ അനലോഗ് അല്ലെങ്കിൽ നോൺ ഡിജിറ്റലായിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു ന്യൂ മീഡിയയുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടി വി ചാനലും ഒക്കെ ന്യൂ മീഡിയയുടെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, പക്ഷേ അത് ഈ നവമാധ്യമങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ ന്യൂസ് ചാനൽസ് ആയാലും അത്തരത്തിലുള്ള ടെലിവിഷൻ, റേഡിയോ പോലുള്ള സംവിധാനങ്ങളിൽ 2-വേ കമ്മ്യൂണിക്കേഷൻ അത്ര എഫക്റ്റീവ് അല്ല, പോസിബിളും അല്ല. ഓക്കെ, പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്, ബട്ട് അത്തരം പ്രോഗ്രാംസൊക്കെ ഉണ്ടാകും. ബട്ട് ബേസിക്കലി അതൊരു 1-വേ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പം പത്രം എസ്പെഷ്യലി. ഓക്കെ, ആൻഡ് ഇറ്റ് അലൗസ് ടെക്നോളജിക്കൽ കൺവേർജൻസ്. ഓക്കെ, ഡിജിറ്റലാണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, സാങ്കേതികമായിട്ടുള്ള കൺവേർജൻസ്, മാറ്റങ്ങൾ, പരിവർത്തനത്തിന് അത് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അലൗസ് ഫോർ സ്മാൾ സ്റ്റോറേജ് ആൻഡ് റാപ്പിഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇത് ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അത് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റോർഡ് അറ്റ് 1 സെക്കൻഡ് ആൻഡ് 0, അതായത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട്, വളരെ തുച്ഛമായ സമയം കൊണ്ട്, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ചെറിയ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ചെറിയൊരു മെമ്മറി കാർഡ്, ആ ഒരു സ്മാർട്ട് ഫോണിലോ ഒക്കെ ആയിരിക്കും നമ്മളിത് കൺവേ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതാണ് ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സിമുലേറ്റഡ്. ഓക്കെ, സിമുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെർച്വൽ. അതായത് നമുക്ക് ഇത് വെർച്വലാണ്. സം ഗെയിംസ് അലൗസ്, ഗെയിംസിനെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നെറ്റ്വർക്ക്ഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് മോർ കൊളാബറേഷൻ ആൻഡ് കളക്റ്റീവ് ഇൻ്റലിജൻസ്, ഗ്ലോബൽ സ്കോപ്പ്, അതുപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ഓഫ് നെറ്റ്വർക്ക് ഹബ്സ് ആൻഡ് പവർ. അതായത് ഈ നെറ്റ്വർക്ക് എന്ന് പറയുമ്പം നമുക്ക് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നിട്ട് ആളുകൾക്ക് ന്യൂസുകൾ ഷെയർ ചെയ്യുകയും അതുപോലെ എന്താ പറയുക, റിസീവ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഗ്ലോബൽ സ്കോപ്പുള്ളൊരു മേഖലയാണ്. ഈ പറയുന്ന ഒരു എന്താ പറയുക, ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട് ഈ ഒരു ന്യൂ മീഡിയയ്ക്ക്, നവമാധ്യമങ്ങൾക്ക്. ഓക്കെ, ആൻഡ് നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പോയിൻറ്റ്സ് ഇതിനകത്തുണ്ട്. ഇൻട്രാക്ടിവിറ്റി, അതായത് ഇതൊരു 2-വേ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പം നമുക്ക് നമ്മളിപ്പം ഞാൻ ഒരു ന്യൂസ് ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി എന്നോട് കമൻറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു നമ്മളൊരു ചാനലിൽ വാർത്ത കേൾക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂ മീഡിയ എന്ന് പറയുമ്പം ഇതിനകത്ത് ഇത് ഇനാബിൾഡ് ആണ്. ഓക്കെ, ആൻഡ് സ്കോപ്പ് വളരെ എന്താ പറയുക, ഒരുപാട് സ്കോപ്പുള്ള ഒരു മേഖലയും കൂടിയാണ്. അതായത് മറ്റ് മീഡിയകളെ അപേക്ഷിച്ച് നോക്കുമ്പം സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങൾ എല്ലാവർക്കും ഒരു ആക്സസിബിലിറ്റി ഉണ്ട്, ഈസി ടു ആക്സസ് ആണ്. അപ്പം നിങ്ങൾ പറയാം യെസ് റേഡിയോ ഈസി ടു ആക്സസ് അല്ല. യെസ് ശരിയാണ്, ബട്ട് അവിടെ നമുക്ക് റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഓക്കെ, ഇൻഫർമേഷൻ
നൽകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഈ നവമാധ്യമങ്ങൾ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു സ്കോപ്പ്, വളരെ വലിയൊരു സ്കോപ്പ് ആളുകളുടെ മുന്നിലേക്ക് തുറന്നിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്കോപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ക്ലാസ്സുകളുമായിട്ട് യൂട്യൂബിലെത്തുന്നതും. സുജിത് ഭക്തനെ പോലെ, അല്ലെങ്കിൽ മല്ലു ട്രാവലറെ പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പേര്, ബൈജുവൻ നായരെ പോലെ ഒക്കെയുള്ള ആളുകൾ വിവിധ തരത്തിലുള്ള കണ്ടൻറ്റുകളുമായിട്ട് സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളിൽ എത്തുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സ്കോപ്പ് വളരെ കൂടുതലാണ്. അത് വളരെ കോമൺ ആയിട്ടുള്ള ആളുകൾക്കും ലെസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങളുടെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റ് മേഖലകളാകുമ്പോൾ നമുക്കത്ര ഈസി അല്ല. ഓക്കെ, അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഫൈനാൻഷ്യലി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, ടെക്നിക്കലി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, സ്കിൽ ബേസിൽ ഒരു വലിയൊരു എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, യെസ്, താങ്ക് യു.